ഓണം അവധിക്ക് കേരളത്തിലെത്താൻ ഒരുങ്ങുന്ന ബംഗളൂരു മലയാളികൾക്ക് ഇരുട്ടടി പോലെ സ്വകാര്യ ബസ്സുകളുടെ കൊള്ള. ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഇരട്ടിയിൽ കൂടുതലാണ് ടിക്കറ്റ് ചാർജ് എന്നാണ് ബംഗളൂരു റിപ്പോർട്ടിൽ പറയുന്നത്. ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കാത്തതോടെ വലിയ തുക മുടക്കി ഓണം ആഘോഷിക്കാൻ മലയാളികൾ എത്തേണ്ട അവസ്ഥയാണ്, പ്രത്യേകിച്ചും ബംഗളൂരു മലയാളികൾക്ക്. ഓണം അടുക്കുമ്പോൾ 3000 വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2500, 3000 വരെ. ഒരു സീസൺ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഒരു ടിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ പിന്നെ പറഞ്ഞ പൈസയായിരിക്കും. ഒരു ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി ഇതിന് ഉണ്ടാക്കേണ്ടത് എന്തായാലും ആവശ്യം തന്നെയാണ്. അവർക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആളുകൾ എന്തായാലും പൈസ കൊടുത്ത് പോകുന്ന അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവരെന്തായാലും കൂട്ടും, ആളുകൾ അതിന് റെഡിയാവും. അതുകൊണ്ട് അവർ പക്ഷെ ഒരു മിനിമം കട്ട് ഓഫ് എങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ല എന്നതാണ്. അതായത് ഈ ട്രാവൽസുകൾ അവർക്ക് തോന്നുംപടിയാണ് ഈ ഉത്സവ സീസണുകളിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ഇത് ആദ്യമായിട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമല്ല. എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ ഇത്തരത്തിൽ തന്നെയാണ് ഓണം അടുപ്പിച്ചൊക്കെ ഈ സ്വകാര്യ ബസ്സുകൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുള്ളത്. നിലവിൽ നമുക്കറിയാം, ഈ ട്രെയിനുകളിൽ റിസർവേഷൻ ലഭിക്കുക വലിയ പ്രയാസമാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഓണത്തോടടുപ്പിച്ചുള്ള ദിവസങ്ങളിലെ റിസർവേഷൻ ഫുള്ളായിരുന്നു എന്നതാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വിമാന നിരക്കും ഒരുപക്ഷെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. കൂടുതൽ മലയാളികളും മറ്റ് യാത്രക്കാരൊക്കെ ആശ്രയിക്കുന്നത്, ഈ ഓണ ദിവസങ്ങളോടനുബന്ധിച്ച് ആശ്രയിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകൾ തന്നെയാണ്. ആ സ്വകാര്യ ബസ്സുകൾ ഈ സാഹചര്യമാണ് അവർ ചൂഷണം ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഓൺലൈനിൽ പരിശോധിച്ചാൽ തന്നെ ഈ 10-ാം തീയതിക്ക് മുമ്പായിട്ട് ഉള്ള ഓൺലൈനിലെ നിരക്ക് എന്നുള്ളത് അത് കൃത്യമായി സാധാരണയുള്ള നിരക്കാണ്. അതായത് ഈ ബംഗളൂരു എറണാകുളം റൂട്ടിലൊക്കെ 700 മുതൽ 1500 രൂപ വരെയൊക്കെയാണ് പൊതുവെ നിരക്കുണ്ടാവാറ്. അത് പക്ഷേ 10-ാം തീയതിക്ക് ശേഷം, അതായത് 10-ാം തീയതിക്ക് ശേഷമാണ് കൂടുതൽ ഈ മലയാളികൾ ഈ നാട്ടിലേക്ക്, അവരുടെ ജോലിയൊക്കെ അവധിയെടുത്തതിന് ശേഷം നാട്ടിലേക്ക് പോവുക. 10-ാം തീയതിക്ക് ശേഷമാണ്, 12-ാം തീയതി 13-ാം തീയതിയൊക്കെയാണ് അവർ നാട്ടിലേക്ക് പോവുക. ആ തീയതികളിൽ 2500 മുതൽ 4500 രൂപ വരെയാണ് ബംഗളൂരു എറണാകുളം റൂട്ടിൽ ആ നിരക്ക് ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് ഇരട്ടിയിൽ കൂടുതലാണ് ആ നിരക്ക്. അതായത് സാധാരണ നിരക്കിൽ നിന്ന് ഇരട്ടിയിൽ കൂടുതലാണ്. സമാനമാണ് ഈ തിരുവനന്തപുരം റൂട്ടിലേക്കുള്ള സാഹചര്യം. ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ സാധാരണ നിരയിൽ 1500 മുതൽ 2000 രൂപ വരെയാണ് നിരക്ക്. അത് നമുക്ക് ഓൺലൈനിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കും. 10-ാം തീയതിക്ക് ശേഷമുള്ള നിരക്ക് 4000 മുതൽ 5000 വരെയാണ്. അത് ഉത്രാട ദിനത്തിൽ 7000 വരെ ഈടാക്കുന്ന സ്വകാര്യ ബസ്സുകളുണ്ട്. അത്രത്തിൽ വലിയ കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടേക്കും കണ്ണൂരേക്കും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. നമുക്ക് വെറുതെ ഇതിൻ്റെ ഓൺലൈൻ എടുത്ത് പരിശോധിച്ചാൽ, ഈ റിസർവേഷൻ ഓൺലൈൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ മാനദണ്ഡം ഉണ്ടാകണം. അതായത് ഈ ഉത്സവ സീസണുകളിൽ അല്പം നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ ഈ യാത്രക്കാർക്ക് എതിർപ്പില്ല. പക്ഷേ വലിയൊരു കൊള്ള, അതായത് ഇതിനൊരു കട്ട് ഓഫ് വെച്ച്, ഒരു മാനദണ്ഡം വെച്ച് നിരക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നതാണ് പ്രധാനമായും യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. KSRTC അപ്പ് ആൻഡ് ഡൗൺ ആയി ഓണം സീസണിൽ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമായി 58 സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു. അത് ഈ മാസം 1-ാം തീയതി മുതലുള്ള സർവീസുകളാണ്. അത് ഇതിനകം തന്നെ ഈ 10-ാം തീയതിക്കുള്ള സർവീസുകളിൽ മുഴുവൻ ടിക്കറ്റും നിലവിൽ ഇപ്പോൾ റിസർവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടിക്കറ്റുകൾ KSRTCയിൽ എന്തായാലും ലഭ്യമല്ല. പകൽ സമയങ്ങളിൽ ഓടുന്ന ചില ബസ്സുകളിൽ മാത്രമാണ് ഈ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യമാണ് സ്വകാര്യ ബസ് ഈ ചൂഷണം ചെയ്യുന്നത്. അവസാന നിമിഷം മറ്റ് നിവൃത്തിയില്ലാതെ ഈ വലിയ 4000-ഉം 5000-ഉം മുടക്കി യാത്രക്കാർ പോകേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം, അത് പെർ ഹെഡാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ കുടുംബമൊക്കെ ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്ക്, തിരുവനന്തപുരത്തേക്കൊക്കെ പോകണമെങ്കിൽ വലിയ തുക മുടക്കി പോയി ഓണം ആഘോഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതിൽ എല്ലാ വർഷവും ഇത് പതിവായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഇടപെടൽ നടത്താൻ തയ്യാറാവുന്നില്ല. കൂടുതൽ അധിക സർവീസുകൾ ഉൾപ്പെടെ നടത്തി, അല്ലെങ്കിൽ ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡം, ഒരു കൃത്യമായ മാനദണ്ഡം ഉണ്ടെങ്കിൽ ഇത് നിയന്ത്രണം ഉണ്ടാകും എന്നതാണ് എല്ലാ യാത്രക്കാരും പറയുന്നത്. അത് ഇനി എന്തായാലും ഈ വർഷം ഇനി അത് പ്രായോഗികമാകില്ല. ഈ വർഷം വലിയ തുക മുടക്കി നാട്ടിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ബംഗളൂരു മലയാളികൾക്കുള്ളത്. ഓക്കെ, താങ്ക് യു.